എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതുവും ഗോവിന്ദും ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുകയാണ്. പിന്നീട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയണം. ഗീതുവിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂസ്ലി കഴിച്ചാൽ മതി, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് പറയണം. പിന്നെ രേഖയുടെ കാര്യം പറഞ്ഞു. രേഖയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ തന്നെ ഗീതുവിനും ഗോവിന്ദിനും ആകെപ്പാടെ വിഷമായി. രേഖയ്ക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ആ കുട്ടിക്ക് എന്തോ മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നേ. അപ്പൊ ആദ്യം അതൊന്ന് കൺട്രോൾ ചെയ്യണ്ടേ. കാരണം ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഒരു പക്ഷേങ്കില് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു ടെൻഷനൊക്കെ അവരുടെ ഉള്ളിലുണ്ടെന്ന് തോന്നേ. അതാന്ന് തോന്നേ അവരുടെ ഇപ്പോഴത്തെ ഈ ക്ഷീണത്തിനും തലകറക്കത്തിനും ഒക്കെ കാരണം എന്നൊക്കെ ഡോക്ടർ വിശദമായിട്ട് പറയണം. പിന്നീട് രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അതെ മുരളീകൃഷ്ണൻ ഡോക്ടറുടെ അടുത്തേക്ക് നമുക്ക് പോവാം, ഡോക്ടറും കൂടെ കണ്ട് പിന്നീട് കാര്യങ്ങൾ സംസാരിക്കാന്ന് പറയണം. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് അവർ ചെല്ലുവാണ്. അങ്ങനെ മുരളീകൃഷ്ണൻ ഡോക്ടർ വിശദമായിട്ട് രഞ്ജിന്റെ കേസൊക്കെ പഠിച്ചു. പിന്നീട് പറഞ്ഞു, ഈ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ രോഗം, അതിനെക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. ഒരു കാരണവശാലും അവർ പ്രഗ്നന്റ് ആയിക്കൂടാ. പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അപകടങ്ങൾ സംഭവിക്കാം. ഇവിടെ ഇപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാല്ലാതെ ഈ സമയത്തൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഗോവിന്ദൻ പറഞ്ഞു, അല്ല ഡോക്ടറെ, എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? പ്രതിവിധി എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ സമയം ഗീത ചോദിച്ചു, അല്ല ബോൺമാരെ മാറ്റി വെച്ചാലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ? അല്ല അത് ഞാൻ ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞാണല്ലോ, വിജയലക്ഷ്മിയോട് നേരത്തെ പറഞ്ഞ, പക്ഷെ അവർക്ക് അതിന് സമ്മതമല്ലായിരുന്നു, അവരതിന് താല്പര്യം കാണിച്ചില്ല. പിന്നെ അങ്ങനെ ചെയ്താലും 10% ആൾക്കാരൊക്കെ രക്ഷപ്പെടാറുള്ളൂ. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, അതിന് ചാൻസ് കുറവാന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ പിന്നെ ആ രീതിക്ക് പോവാത്തേന്ന് പറയണേ. എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് തുനിയാതെ നിന്നിട്ട് കാര്യമുണ്ടോ? ഗോവിന്ദ് പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പൊ ഈ സമയത്ത് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ എന്ന് ചോദിക്കാം. ഈ സമയത്ത് ചെയ്യുന്ന റിസ്ക് ആയിരിക്കും, കാരണം അത് അവർക്ക് അപകടം സംഭവിക്കാനായിട്ട് കൂടുതൽ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. പക്ഷെ അതിന്റെ സക്സസ് എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ആ കുട്ടിയുടെ കണ്ടീഷൻ, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അതിനുശേഷം ഗൈനക്കോളജിസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രഞ്ജുവിന് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല കൃത്യതയോടെ കൊടുക്കണം. ഒരിടത്തും ഒന്നും സംഭവിക്കാൻ പാടില്ല. ആരോഗ്യമൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരിക്കണം. കാരണം പ്രഗ്നന്റ് ആയ സമയത്ത് ബോഡി വീക്ക് ആയിരിക്കും. അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അനീമിയയുടെ മെയിൻ പ്രശ്നം ബ്ലഡ് സെൽസ് ഒന്നും പുതിയതായിട്ട് ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകാതെ വന്നു കഴിയുമ്പോഴത്തേനും ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഡോക്ടർ വിശദമായിട്ട് രോഗത്തെക്കുറിച്ചും അതിനുശേഷമുള്ള സംഭവങ്ങളെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോ ഈ സമയത്തൊന്നും ചെയ്യാനും പറ്റില്ല. എന്തേലും പ്രധാനമായിട്ട് ചെയ്യണേ പോലും അത് കൂടുതൽ രഞ്ജുവിനെ ദോഷത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അവൾക്ക് ഈ സമയം ആയതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിജയസാധ്യത കൂടുതലായിരുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് രഞ്ജു രേഖയും കൂടെ നിൽക്കുകയാണ്. രഞ്ജു ആണെങ്കിൽ ധ്യാനിനെ ഫോൺ വിളിക്കുകയാണ്. ധ്യാൻ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ രഞ്ജുവിനെ അങ്ങ് ദഹിച്ചില്ല. പെട്ടെന്ന് വരാൻ പറ്റില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രഞ്ജു റേസ് ആവുകയാണ്. ഓഹോ, അപ്പൊ നിനക്ക് എന്നെക്കാളും പ്രധാനം നിന്റെ ജോലിയല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായടാ, പ്രധാനം ജോലിയാന്നുള്ള കാര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നേക്കണം. അത് പിന്നെ രഞ്ജു, ഒരു 6 മാസം കഴിയാതെ, 6 മാസോ 3 മാസം എന്ന് പറഞ്ഞിട്ടല്ല നീ പോയത്, പിന്നെ എങ്ങനെ 6 മാസമാന്ന്? അതൊന്നും പറ്റില്ല, എനിക്ക് നിന്നെ കണ്ടേ മതിയാവുള്ളൂ, നിന്നെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, നീ ഇങ്ങോട്ട് വരണമെന്ന് പറയാം. ഇങ്ങനെയൊന്നും പറയില്ല രഞ്ജു, നീ ഒന്ന് ആർത്തു നോക്കിയേ എന്റെ അവസ്ഥയും കൂടെ. എന്തേ, പാസ്പോർട്ട് വിസയൊക്കെ അവര് വാങ്ങിച്ചു വെച്ചിരിക്കുമല്ലേ, അതിനെന്താ അവരോട് ചോദിക്കണം, ഇങ്ങോട്ട് തരാൻ പറയണം. രഞ്ജുവിനെ അറിയത്തില്ല ധ്യാന്റെ അവിടുത്തെ അവസ്ഥ. ധ്യാനോ അവിടുത്തെ ഒരു ഓഫീസറുടെ കർണത്തിനിട്ട് അടിയും കൂടെ കൊടുത്തിട്ടിരിക്കുക എന്നുള്ള കാര്യം. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ രഞ്ജുവിന് സഹിക്കാൻ പറ്റില്ല. രഞ്ജു വേണേ ഇവിടുന്ന് വണ്ടി കയറി നേരെ അങ്ങോട്ട് പോകും. ആ ഒരു സിറ്റുവേഷനാണ്. ആ സമയത്ത് ഗീതവും ഗോവിന്ദും കൂടെ വരുന്നേ. അപ്പം ഗോവിന്ദ് ഗീതുവിനോട് പറഞ്ഞു, ദേ അവള് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതാണെന്ന് തോന്നേ, ധ്യാനുമായിട്ട് സംസാരിക്കാൻ തോന്നേ, അവർ സംസാരിക്കട്ടെ, അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യട്ടെ. ധ്യാനം പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല പ്രശ്നം ഇതാണെന്നുള്ള കാര്യം, അല്ലാതെ അവളെ മയപ്പെടുത്താനുള്ള ശ്രമത്തിലാന്ന് പറയാണ്. ശരിയാന്ന് പറയാണ്. പിന്നീട് രഞ്ജുവും ധ്യാനും കൂടെ കുറെ സമയം സംസാരിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം രഞ്ജു കട്ടക്കലിപ്പിലായിരുന്നു. ധ്യാൻ ഇങ്ങോട്ട് വരാത്തന്നെ ദേഷ്യം. അവസാനം ധ്യാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ അങ്ങോട്ട് വരാം, നീ ഇല്ലാതെ എനിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒന്ന് മയപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് രഞ്ജുവിനെ. അങ്ങനെ അവസാനം രഞ്ജു ഓക്കെ പറയാണ്. അതിനുശേഷമാണ് ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദനെ ഗീതനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ രഞ്ജു പറഞ്ഞു, ധ്യാനുണ്ടല്ലോ, ധ്യാന് വരാൻ പറ്റില്ലെന്ന്, ഞാനിവിടെ തന്നെ കഴിയണം. ഇത് കേട്ടോ ഗീത പറഞ്ഞു, എങ്ങനെ തന്നെ കഴിയണേ? നീ അല്ലേ പറഞ്ഞത് ഇത് ഗോവിന്ദനോടൊപ്പം താമസിക്കണം, ഈ പ്രഗ്നൻസി പീരീഡ് ആഘോഷിക്കണം എന്നൊക്കെ, 3 ഗർഭിണികള് എന്ത് രസമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നീ എന്താ ഇങ്ങനെ പറയണേ? അല്ല അത് പിന്നെ ഞാനേ ഇപ്പൊ ഒന്ന് ഓർത്തു വെക്കേ, ഇപ്പം ഗീത ചേച്ചിയുടെ കൂടെ ഗോവിന്ദനുണ്ട്, പിന്നെ രേഖേച്ചിയുടെ കൂടെ എങ്കിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെ മാത്രം ധ്യാനില്ല, അതിന്റെ ഒരു വിഷമം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാണ്. നമുക്ക് മൂന്ന് പേർക്ക് നമുക്ക് അടിച്ചു പൊളിച്ച് ഈ സമയം കഴിയാന്നേ. ഇനിയിപ്പം ധ്യാൻ പറഞ്ഞൊന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതിന് രഞ്ജു പറഞ്ഞു, അത് ശരിയാ, വാശിയൊന്നുമില്ല, എന്നാലും എനിക്കെന്തോ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ സമയത്ത് അമ്മയുടെ അടുത്ത് പോയി നിൽക്കാനായിട്ട് അമ്മ പറയത്തുള്ളൂ. അമ്മയ്ക്കൊരു മനസ്സിന് നല്ല വിഷമമുണ്ട്. ഒരു പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇന്ന് അമ്മയുടെ മനസ്സിനും വിഷമമായിരിക്കും. പക്ഷെ എനിക്കറിയാം ഗോവിന്ദേട്ടൻ്റെ മനസ്സെന്താന്ന്. കാരണം ചെറുപ്പത്തിലെ അമ്മ ഇട്ടിട്ട് പോയതാണ് ഗോവിന്ദേട്ടനെ. അന്നത്തെ സമയത്ത് ഗോവിന്ദേട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ ഒരു ദേഷ്യം ഇപ്പോഴും അമ്മയോട് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അമ്മേനെ ഇതിനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഗോവിന്ദേട്ടന് കഴിയാതെ പോയത്. അതുകൊണ്ടായിരിക്കും ഗോവിന്ദേട്ടൻ അങ്ങോട്ട് വരാത്തെ. ഒരുപക്ഷെ അല്ലെ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ട് നിർത്തായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഗോവിന്ദൊന്നും മിണ്ടിയില്ല. ജെഞ്ചി പറഞ്ഞു, എനിക്കറിയാം ഗോവിന്ദേട്ടൻ്റെ മനസ്സ്. ഗോവിന്ദേട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ ഗോവിന്ദേട്ടൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ ദേഷ്യമേ വരത്തുള്ളൂ. അതിപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. അങ്ങനെ അവർ കുറച്ചു നേരം കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന്റെ മുഖം അങ്ങോട്ട് മാറി. വിജയലക്ഷ്മിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഗോവിന്ദൻ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് രഞ്ജു മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അതെ അന്ന് നമുക്കിനി അറക്കൽ വീട്ടിലേക്ക് പോയേക്കാം. 3 ഗർഭിണികളും കൂടെ അറക്കൽ വീട്ടിലേക്ക് അങ്ങോട്ട് പോയേക്കാം. എങ്ങനെയുണ്ട്? അത് ശരിയാ, അത് നല്ല കാര്യമെന്ന് രേഖ പറയണം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ഇനി വേണമെങ്കിൽ അമ്മ ഇടയ്ക്ക് എന്നെ വന്ന് കണ്ടോളൂ എന്നൊക്കെ പറയണം. പിന്നീട് അവർ വീട്ടിലേക്ക് പോവാം. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ആകപ്പാട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഗീതു ഇങ്ങോട്ട് വന്നു. ഗീതു വന്നിട്ട് ചോദിച്ചു, എന്താ എന്താ കണ്ണേട്ട ഒരു ആലോചന എന്ന് ചോദിക്കുക. ഒന്നുമില്ല, എനിക്കറിയാം ധ്യാനിനെ കുറിച്ചായിരിക്കില്ലേ. ധ്യാനിന് വരാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ഈ ആലോചന. അതിന്റെ കുഴപ്പമൊന്നുമില്ല. ഗോവിന്ദേട്ടൻ ആ കമ്പനിയെ കുറിച്ച് ശരിക്കും ഒന്ന് അന്വേഷിക്കുക. പിന്നീട് അവിടുത്തെ ഓഫീസറുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുക. രഞ്ജുവിന്റെ അസുഖത്തെക്കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ധ്യാനിന് പോരാനായിട്ട് അനുവദിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയണമെന്ന് പറയാം. ഗോവിന്ദ് പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞു നോക്കാം, ഒന്ന് റെക്കമെൻഡ് ചെയ്ത് നോക്കാം. വരാൻ പറ്റുമെങ്കിൽ അവൻ വരട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഗീത പറഞ്ഞു, ഈ സമയത്ത് നമുക്ക് രഞ്ജുവിന്റെ ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ വലുതായിട്ട് വേണ്ടത്. ഒരുപക്ഷെ ധ്യാനം അടുത്തുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് കുറച്ചുകൂടെ സന്തോഷമായനും. ഭർത്താവ് അടുത്തുള്ളപ്പോൾ കിട്ടുന്ന ഒരു സ്നേഹവും പരിഗണന ബാക്കി ആരുണ്ടെങ്കിലും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, നിന്നിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം രഞ്ജുവിനെയാണെങ്കിലും രേഖനെയാണെങ്കിലും വേണ്ട പോലെ കെയർ ചെയ്യേണ്ട ആൾ നീയാണ് എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കണ്ണേട്ടാ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ അവരെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദിന് വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് വിനോദ് ഗോവിന്ദനെ വിളിക്കുന്നുണ്ട് കാണണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിനോദിനെ കാണാൻ ഗോവിന്ദ് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ വിനോദ് ആ പടം അസ്വസ്ഥപ്പെട്ട് നിൽക്കുകയാണ്. എന്താ വിനോദേ, എന്താ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ ഇന്നലെ ഗോവിന്ദനോട് പറഞ്ഞില്ലായിരുന്നോ SI കാണാൻ വന്നിട്ടുണ്ടെന്ന്. SI കാണാൻ വന്നിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നീട് പെറ്റീഷൻ പിൻവലിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞ, അതെ അത് പക്ഷെ പെറ്റീഷൻ പിൻവലിക്കാൻ വന്നതല്ല. ഗോവിന്ദ് പറഞ്ഞു, എനിക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു. കാരണം പെറ്റീഷൻ പിൻവലിക്കാനാണെങ്കിൽ അവർ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ പോരെന്ന് ചോദിക്കുക. അത് ഗോവിന്ദേട്ടാ, പക്ഷെ അമ്മയോ അല്ലെങ്കിൽ ഗീത ചേച്ചി പ്രഗ്നന്റ് ആയിട്ടിരിക്കാൻ സമയമല്ലേ, വിഷമിക്കുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ സമയത്ത് കൂടുതലായിട്ടൊന്നും പറയായിരുന്നെന്ന് പറയാണ്. അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ട് അച്ഛനെ കുറിച്ചെന്ന് പറയാണ്. സംശയം? അതെ, അവരെൻ്റെ അടുത്ത് വന്ന് എന്തിനാണെന്നറിയാവോ, എൻ്റെ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാ. അവർക്ക് DNA ബലം വേണം പോലും. എനിക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. എന്താ സംഭവം എന്നറിയത്തില്ല ഗോവിന്ദേട്ടാ. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നല്ലോ, മനസ്സിൽ നിന്ന് ആരോ പറയുന്നല്ലോ തോന്നല്. അച്ഛൻ ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ? ഇനിയിപ്പോൾ അച്ഛൻ്റെ തിരിച്ചറിയാൻ പറ്റാത്ത ബോഡി വല്ലതും കിട്ടിയിട്ട് അതുകൊണ്ടാണ് എൻ്റെ DNA ടെസ്റ്റിന്റെ ഫലം അറിയാനായിട്ട് അവർ കാത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയണം. എനിക്കെന്തോ ഒരു ഭയം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ അന്ന് ആ ചെമ്പമേട്ടിലെ വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് ആ ഉണ്ടായ കാര്യങ്ങളാണ്. അവിടെ ആ തറയെ മൊത്തം ഇങ്ങനെ ബ്ലഡ് കടന്നത്. ഒരു പക്ഷെ അത് ഭദ്രന്റെ ആണോ? ആ ഒരു ചിന്ത ഗോവിന്ദനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഈ സമയം അവർണിക അജാസും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഇങ്ങനെ ഉച്ചയായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അജാസ് എന്തേ അവർണിക മൊത്തം ആണ്ടെ ചോക്ലേറ്റ് ഇരിപ്പുണ്ടെന്ന് പറയാണ് ചുണ്ടിൻ്റെ അലോടെ. അത് ഞാൻ അങ്ങോട്ട് മറന്നുപോയെന്ന് പറഞ്ഞിട്ട് ഒപ്പം നോക്കിയപ്പോഴത്തേനും ടിഷ്യൂ ഒന്നും കണ്ടില്ല. പെട്ടെന്ന് അജാസ് തന്റെ കയ്യിൽ നിന്ന് ടവല് കൊടുത്തു. ആഹാ കൊള്ളാലോ, ഓരോ ദിവസം ഓരോ ടവലാണല്ലോ അജാസ് ഉപയോഗിക്കണമെന്ന് ചോദിക്കാം. അത് പിന്നെ എനിക്ക് ടവലൊക്കെ ഒരു വീക്ക്നെസ് ആണെന്ന് പറയണം. എനിക്കങ്ങനെ ഒന്നുമില്ല, ഓരോ ദിവസം ഓരോ കളറായിരിക്കും എന്ന് പറയണം. അങ്ങനെ ടവല് മേടിച്ച് ചുണ്ടൊക്കെ തൂത്തിട്ട് കൈ പിടിച്ച് വിട്ട് പറഞ്ഞ്, അതെ ഞാനിത് കഴുകി തരാമെന്ന് പറയണം. വേണ്ട, ഞാനിത് വീട്ടിൽ കൊണ്ടേ വാഷ് ചെയ്തോളാം. പിന്നെ എൻ്റെ എല്ലാ തുണികളെല്ലാം ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാനാണ് കൊടുക്കാറുള്ളതെന്ന് പറയണം. ഞാൻ ഇതും കൊടുത്തോളാം എന്ന് പറയണം. അപ്പം അപർണയുടെ ടവലെങ്കിലും കിട്ടുക എന്നുള്ള അജാസിന്റെ ഒരു ഉദ്ദേശമായിരുന്നു. കാരണം അപർണയുടെ അത്രമാത്രം അജാസ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപർണയുടെ ആ ചോക്ലേറ്റ് പറ്റി ആ ടവല് അവരുടെ കയ്യിൽ നിന്ന് അവസാനം അജാസ് വാങ്ങിച്ചെടുക്കുകയാണ്.
പിന്നീട് അവറിന് പറഞ്ഞ് ശരി നാളെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. ഈ സമയം അജാസും പോയി. അപ്പോഴേക്ക് റഹ്റാം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപർണയ്ക്ക് അജാസും കൂടെ വരുന്ന ടാറ്റ കൊടുക്കുന്നൊക്കെ റഹ്റാം കണ്ടു. അങ്ങനെ അവറിനെ അകത്തേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും റഹ്റാം പറഞ്ഞു, ഇതെന്താ മോളെ നേരത്തെ? ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി ഡാഡി, അതുകൊണ്ടാന്ന് പറയണേ. സന്തോഷത്തോടുകൂടി അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് റഹ്റാം ഇങ്ങനെ നോക്കുവാണ് അജാസ് പോയതൊക്കെ. ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വിനോദും ഗോവിന്ദും കൂടെ നിൽക്കുക. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ഞാൻ SIനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ വിളിച്ചു നോക്കിയിട്ട് SI കോൾ എടുത്തില്ല. എന്നാൽ ശരി ഞാൻ DYSPനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് DYSPനെ വിളിക്കുകയാണ്. DYSP കോൾ എടുത്തില്ല. എന്താണെന്ന് അറിയത്തില്ലോ, എന്തെങ്കിലും തിരക്കുണ്ടായിട്ടാണോ? കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വിളിക്കുമായിരിക്കും. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കാം. നീ തലക്കാലത്തേക്ക് ടെൻഷൻ അടിക്കാതിരിക്കുക വിനോദ എന്നൊക്കെ പറഞ്ഞ് വിനോദിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.